ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ചേനപ്പൂ റോസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ സീസണിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, ചേനപ്പൂവിൻ്റെ സീസൺ ആകുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ഓനിയനാണ് കേട്ടോ വേണ്ടത്. ഒരു ഓനിയൻ നല്ല രീതിയിൽ തന്നെ സ്ലൈസായിട്ട് അരിയാം. സ്ലൈസാക്കി അരിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മളെ ചേനപ്പൂവ് അരിയുന്നതാണ് കാണിക്കുന്നത്. ചേനപ്പൂവ് ഏറ്റവും ഇളയതായാൽ തന്നെ ഏറ്റവും നല്ലത്. അതും ഇതുപോലെ നല്ല രീതിയിൽ സ്ലൈസാക്കിയിട്ട് നമ്മൾ കുനുകുനാ ആക്കി അരിഞ്ഞെടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ്, വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ചതച്ച് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ഉണ്ടാക്കാം. അപ്പോൾ കുക്കറിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ഇടുക. അതൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ ചേനപ്പൂവും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെറിയുള്ളി ചതച്ചിടാം. ഞാനിവിടെ ചേനപ്പൂവും അതിലേക്ക് വേണ്ട പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, അത് ആസ് യൂഷ്വൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടത്ര ഇടാം കേട്ടോ. ശേഷം നമ്മൾ ഒനിയന്, ടൊമാറ്റോ ഇതൊക്കെ നമ്മൾ ഈ കുക്കറിൽ തന്നെ ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഈ എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, ഈ വെള്ളം എന്തിനാന്ന് വെച്ചാൽ അടി വറ്റി പോവാതിരിക്കാനാട്ടോ. ശേഷം നമ്മൾ കുക്കർ അടക്കുന്നു. ഒരൊറ്റ വിസിൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ വറവിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതിലും കരിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് വറവിടുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുമിച്ച് തന്നെ നല്ല രീതിയിൽ ഉള്ളി ചുവന്ന നിറമായി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ ഓപ്പണാക്കി നമ്മുടെ ചേനപ്പൂവ് നല്ല രീതിയിൽ തന്നെ വന്നത് കാണാം. ഈ ചേനപ്പൂവ് നല്ല രീതിയിൽ നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മെല്ലെ നമ്മൾ ആ താഴെ നിന്നും മേലേക്ക് അധികം ഉടയാത്ത രീതിയിൽ തന്നെ ചേനപ്പൂവ് മിക്സാക്കാൻ നോക്കുക. ശേഷം നമ്മൾ ചേനപ്പൂ റോസ്റ്റ് റെഡിയാണ്. ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഉണ്ണാൻ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.